അത് കണ്ടിറങ്ങുമ്പോൾ നമ്മളും സൈക്കോ പോകും. വേറെ മാസ്റ്റർ സൈക്കോ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഒരു 5 പ്രാവശ്യം കണ്ട ചിലപ്പോൾ മനസ്സിലാവും. കുഴപ്പമില്ല, കൊള്ളാം. നല്ല പടം. അഭിനയം മോഡാണ് ഫുൾ 3 പേരും. ഭയങ്കര സ്ലോ ആയിട്ടുള്ള സിനിമ. ആക്ടിങ് ഒക്കെ കൊള്ളാം. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ചിത്രീകരണവും കാര്യങ്ങളൊക്കെ. നമ്മൾ വിചാരിക്കുന്ന ഒന്നും അല്ല ശരിക്കും സംഭവിക്കുന്നത്. സ്റ്റോറി ശരിക്കും അല്ലെങ്കിൽ പറയുന്ന പോലെ അല്ല അവസാനപരവും. നല്ല സിനിമയാണ്, എൻഗേജിങ് ആണ്. ആസിഫ് അലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരി, കുറേയൊക്കെ ഒരു നാടകീയതയാണ്. പോരാ, മൊത്തത്തില് പ്രതീക്ഷ നിലവാരം പുലർത്തിയില്ല. പത്രങ്ങളും ആകെ 2-3 പേരേ ഉള്ളൂ. അവരെല്ലാവരും സൈക്കോ ആണ്. അത് കണ്ടിറങ്ങുന്നൊരു കുറെ ഡ്രമാറ്റിക് ആണ്, നാടകീയത കൂടുതലാണ്. പോരാ, ഭയങ്കര സീന്. കാരണം ആള് കുറവാണ്. കാരണം ഫസ്റ്റ് ആ റെസ്പോൺസ് അനുസരിച്ചിട്ട് കിട്ടില്ല സാധനം എന്ന് വെച്ചാൽ ആസിഫ് അലി, അമല പോളിന്റെ ആ ട്വിസ്റ്റ് ഓവർ സീൻ ഉണ്ട്. ലാസ്റ്റ് ട്വിസ്റ്റ് ഓവർ സീനൊക്കെ കിഡിലും ഒറ്റ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇച്ചിരി സ്ലോ പേസ് ഉള്ള പടമാണ്. ചിലപ്പോൾ ഫാമിലിക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇജാസ് സാധനം, മപ്പ് സാധനം, ഗൂസ്പം സീനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇന്റർവൽ പഞ്ച്, ഇന്റർവൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് വന്നിട്ട് അമല പോളിന്റെ ക്യാരക്ടർ, ആസിഫ് അലിയുടെ ക്യാരക്ടർ, ഷറഫുദ്ദീന്റെ ക്യാരക്ടർ, ഷറഫുദ്ദീൻ ആസിഫ് അലി, നമ്മൾ ഇപ്പം കൺഫ്യൂസ്ഡ് ആയി ഇരിക്കുമെന്ന് പറയല്ലോ. ഇപ്പം മറ്റവന് പറഞ്ഞൂടെ അവന് പറഞ്ഞൂടെ എന്ത് ചെയ്യണം എന്നല്ലോ ഒരു ഒപ്പീനിയൻ ഇല്ലാതെ വരുമ്പോൾ ലാസ്റ്റ് കണ്ടേ അങ്ങ് ഒരു രക്ഷയില്ല. പക്കാ സിനിമ, ഒരു രക്ഷ. ടൈം പാസിങ് ഫിലിം അത്രേ ഉള്ളൂ. അത് തന്നെ ഒരു ടൈപ്പ് പടം. അതാണ് ഞാൻ പറഞ്ഞത്. അത്ര ഒരു നമുക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. ഒരു ക്ലാസിക് ടൈപ്പ് 60s ഉണ്ടായിരുന്ന മറ്റേ ഹോളിവുഡ് മൂവി ഉണ്ടല്ലോ, ആ മോഡലിൽ ഒരു സ്ലോ എഫക്ട് ആയിട്ടുണ്ട്. ആട് ജീവിതത്തിന്റെ വേറൊരു ടൈപ്പ്. ആ ത്രില്ലറാണ്. ഒരു ലെവലിൽ കൂടുതൽ അങ്ങോട്ട് നന്നായിട്ടില്ല, അത്രേ ഉള്ളൂ. ഒരു മൊണോട്ടോണസ് ഫീലിംഗ് ഉണ്ട്. ഒരു ക്യാരക്ടേഴ്സ് കുറവാണ്. ഒരു സെറ്റിങ് ഒരു കുറച്ചൊക്കെ ഒരു ഡ്രാമ ഫീൽ പോലെ ഇടയ്ക്ക് വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഒരു ഭയങ്കര ഒരു ക്രിട്ടിക്കലായിട്ട് ഒരു സിനിമ കണ്ടിട്ട് കാര്യമില്ല. എൻ്റർടൈനർ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക. ഓരോരുത്തരെ അനുസരിച്ചിരിക്കും. അല്ലേ, ഓരോരുത്തരെ അനുസരിച്ചിരിക്കും. എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. വലിയ മെച്ചമൊന്നും പറയാനില്ല, പക്ഷെ എന്നാൽ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. നന്നാക്കായിരുന്നു. കുറച്ചൊരു ഡ്രാമ ഫീൽ പോലെ ആയിട്ടുണ്ട് അതിൽ. ആസിഫ് അലി നന്നായിട്ടുണ്ട്, പക്ഷെ ഡയലോഗ് ഡെലിവറി അങ്ങോട്ട് ആ ക്യാരക്ടറിന് സ്യൂട്ടാകാതെ പോലെ ഒരു ചെറിയൊരു സംശയം. മേക്കപ്പും പുള്ളി അഭിനയിക്കുന്നുണ്ട്, മേക്കപ്പും കുഴപ്പമില്ല, മേക്ക് ഓവറും കുഴപ്പമില്ല. പക്ഷെ ഡയലോഗ് ഡെലിവറിയും ഡയലോഗ്സും അങ്ങോട്ടൊരു കണ്ടിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ലെവലിൽ കൂടുതൽ അങ്ങോട്ട് നന്നായിട്ടില്ല.